ഇന്ന് ഞാനൊരു ഓണം മേക്കപ്പ് ലുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്ക്. ആദ്യം തന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എടുത്തിട്ട് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പ്ലമ്മിൻ്റെ തന്നെ പുതിയൊരു ലോഞ്ചാണ് ഈ ഒരു സൺസ്ക്രീൻ, നിയാസിനമൈഡ് 50 SPF ഉള്ള സൺസ്ക്രീൻ. അപ്പോൾ അത് ഞാൻ 2 ഫിംഗർ റൂളിൽ എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം. ഒരു ഫിംഗർ റൂൾ എടുത്തിട്ട് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം ഞാനൊരു പ്രൈമർ എടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബെനിഫിറ്റിൻ്റെ പ്രൈമറാണ്. ഇത് ഞാൻ കവളിലും ജസ്റ്റ് മൂക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പോഴ്സൊക്കെ ഒന്ന് ഫിൽ ചെയ്തിട്ട് ഈവൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഫങ്ഷൻ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ എൽഫിൻ്റെ ഈ ഒരു ഹാലോ ഗ്ലോ എടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതൊരു ഷാർലറ്റ് ടിൽബറിയുടെ എക്സാക്ട്ലി ഡ്യൂപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഹൈ പോയിൻറ്റ്സിൽ മാത്രം കവളുടെ മേലെ കുറച്ച് നെറ്റി മൂക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിറ്റ്മിയുടെ മേബിലാൻഡ് ഫിറ്റ്മിയുടെ ഈ ഒരു സ്കിൻ ടിൻറ്റാണ്. അത് ഞാൻ കുറച്ചെടുത്തിട്ട് മുഖത്തും കഴുത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കഴുത്തും മുഖവും വേറെ വേറെ കളറാണെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താലേ ഈവനായിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ കൺസീലറാണ്. മാക്കിൽ എൻ്റെ ഷെയ്ഡ് NC42 ആണ്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, കൺസീലർ ഞാൻ എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചുണ്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങുകയാണ്. കണ്ണിൻ്റെ അവിടെ അപ്പം കുറച്ച് നേരം കൂടെ ഇരിക്കുമല്ലോ, ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ അധികം അനങ്ങാതെ കുറച്ച് നേരം കൂടെ സ്റ്റേ ചെയ്തിരുന്നോളും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്ത ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ, പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതൊന്ന് അബ്സോർബ് ആവുന്ന നേരത്ത് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ ബ്രോ പെൻസിലാണ്. അത് സെറിയുടെ ആണ്. നല്ല പിഗ്മെൻറ്റേഷനുള്ള നമുക്ക് ചെറിയ ചെറിയ സ്റ്റോക്സൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് ഐബ്രോസ് ഫിൽ ചെയ്ത ശേഷം ഞാൻ പ്ലമ്മിൻ്റെ കാജൽ വെച്ചിട്ട് ജസ്റ്റ് വാട്ടർ ലൈൻ രണ്ട് മേലെയും താഴെയും ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ചെറിയൊരു സ്മോക്കി ഐ ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് സിൽവർ സ്മോക്കി ഐ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി 2 പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് കെ ബ്യൂട്ടിയുടെ ബ്ലാക്ക് സിൽവർ ഗ്ലിറ്റർ ഐ ഷാഡോ സ്റ്റിക്കും, ഷുഗറിൻ്റെ സാധാരണ ഒരു കാജലും ഉണ്ട്. അപ്പോൾ കാജലിൽ ഈ ഒരു കാജൽ ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യേണ്ട കാജലാണ്. അതിൽ ചെറിയതായിട്ട് സിൽവർ ഗ്ലിറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് പെൻസിലുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഐ ലുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇതുപോലെ ചെയ്യാം. അപ്പോൾ നല്ലൊരു ഐ ലുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖം കുറച്ച് ടീ സോൺ ഏരിയ കുറച്ച് ഓയിലി ആവും കുറച്ച് നേരം കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു കോമ്പാക്റ്റ് എടുത്തിട്ട് ഒന്ന് കണ്ണിൻ്റെ താഴെയും വേർക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലഷാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്ലഷാണ്. നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് റോസ് ഷെയ്ഡാണ്, പിങ്ക് അല്ല, റോസ് ഷെയ്ഡാണ്. അതിനുശേഷം ഷുഗറിൻ്റെ ഹൈലൈറ്റർ, ഇത് റോയൽ റോസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ജസ്റ്റ് ഹൈ പോയിൻറ്റ്സിൽ കവളിൻ്റെ മേലെ, ചുണ്ടിൻ്റെ മേലെ, മൂക്കിൻ്റെ പാലത്തിൽ, പുരുകത്തിൻ്റെ തൊട്ട് താഴെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മസ്കാര, ഇത് എസൻസിൻ്റെ ഫോൾസ് ലാഷ് മസ്കാരയാണ്. നല്ലൊരു മസ്കാരയാണ്. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ, അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്, ഇത് കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. റിഹേഴ്സൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് പിങ്കി ന്യൂഡ് ഷെയ്ഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പേജ് ഫോളോ ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബൈ ബൈ.